സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ KS ഹരിഹരനെ തള്ളി KK രമയും RMPയും UDF നേതാക്കളും പരാമർശത്തെ അപലപിച്ചു. തെറ്റുപറ്റിയെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും KS ഹരിഹരനും പ്രതികരിച്ചു. റിപ്പോർട്ടിലേക്ക് ആദ്യം. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. ആരെങ്കിലും ഉണ്ടാക്കും? അത് ആരുണ്ടാക്കി? KS ഹരിഹരന്റെ പ്രസംഗം UDFന് വലിയ തിരിച്ചടിയായി. വടകരയിലെ പ്രചരണത്തിൽ മുന്നണിക്കുണ്ടായ നേട്ടത്തെയാകെ തകിടം മറിക്കുന്നതായി ഹരിഹരന്റെ പ്രസംഗം മാറി. ആർക്കും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല പ്രസംഗം. കോഴിക്കോട് DCC പ്രസിഡന്റ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സംഘാടകൻ എന്ന നിലയിൽ മാപ്പ് പറഞ്ഞു. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ഒരിക്കലും പാടില്ലാത്ത പരാമർശം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഈ പരിപാടിയുടെ സംഘാടന നിലക്ക് ആ പരാമർശം ഏതെങ്കിലും സഹോദരയുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിലും ശക്തമായി തള്ളിപ്പറഞ്ഞു KK രമ. RMP നേതാവ് സഖാവ് KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. ഫേസ്ബുക്കിലൂടെ നടത്തിയ ക്ഷമാപണം ഒന്നുകൂടി ആവർത്തിച്ച് തെറ്റേറ്റു പറഞ്ഞു KS ഹരിഹരൻ. കാരണം ഞാൻ പ്രസംഗിച്ച അതേ വേദിയിലാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന 13 കൊല്ലം കേരളത്തിലെ MLA ആള് കൊടും വിഷമാണെന്ന് DYFയുടെ നേതാവ് ഒന്ന് പ്രസംഗിച്ചത്. അപ്പൊ എല്ലാവരുടെ കാര്യത്തിൽ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് നല്ലതാണ്. വാക്കുകളൊക്കെ നന്നായി നോക്കി പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്റെ ഭാഗത്തിൽ തെറ്റ് വന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് ബോധ്യപ്പെട്ട് തിരുത്തിയിട്ടുണ്ട്. ഞാൻ ഭാവിയിൽ അതേക്കുറിച്ച് ഒരു ലേഖനം എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കുറെ കൂടി വിശദമായിട്ട് ചെയ്യാം. UDFും RMPയും വിവാദം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലത് എന്ന വാദവുമായി ഇടത് സംഘടനകൾ രംഗത്ത് വന്നു. കേസ് കൊടുത്തു DYFI. ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചർച്ച സജീവമാക്കി നിലനിർത്തുകയാണ് അവർ. KS ഹരിഹരന്റെ പ്രസംഗം UDFിനുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. MM മണിയെയും വിജയരാഘവനെയും ഉപയോഗിച്ച് LDFിനെ കടന്നാക്രമിക്കുന്ന UDF ഇനി കരുതിയിരിക്കേണ്ടി വരും. മറുപടിയായി KS ഹരിഹരന്റെ പ്രസംഗം UDFിന് നേരെ LDF ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും തീർച്ച. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഒരു തരത്തിലും നമുക്ക് സമൂഹത്തിന് വളം വെച്ച് കൊടുക്കാൻ കഴിയാത്ത വണ്ണമുള്ള വിഷവചനങ്ങൾ അത് വീണ്ടും ചൊരിയുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതികരണമാണ് പുറത്തേക്ക് വരേണ്ടത്. വസന്ത് സിറിയക്ക് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് LG ലിജീഷ് DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഒപ്പം യമൻ കാരശ്ശേരി മാഷിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ വസന്ത് സിറിയക്ക്, രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ സ്വാഭാവികമാണ്. പക്ഷേ അതിലൊക്കെ പറയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ മാന്യമായ ഭാഷ പ്രയോഗിക്കണമെന്ന് തലമുതിർന്ന നേതാക്കളെ, ഇരുത്തം വന്ന നേതാക്കളെ ഒന്നും പറഞ്ഞ് പഠിപ്പിച്ച് സ്ലേറ്റിലൊന്നും എഴുതി കൊടുക്കേണ്ടതില്ല. അതൊരു സാമൂഹ്യമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ വീണ്ടും വടകരയിൽ നിന്നും അത്യന്തം ഹീനമായ പരാമർശങ്ങൾ വരികയും അതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതുകൊണ്ട് മാത്രം അത് തീരുന്നില്ല. കാരണം ഒരുപാട് അനുഭവങ്ങളായി. വടകരയിൽ തിളച്ചതൊക്കെയും വിഷപാത്രങ്ങളിലെ വിഷജലമായിരുന്നു. എന്താണ് മറുപടി പറയാനുള്ളത്? ശ്രീ പ്രജീഷ് കൈപ്പള്ളി വളരെ കൃത്യമായി കോൺഗ്രസിന്റെ UDFിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, പാർട്ടിയുടെ CLP ലീഡർ മുതൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ RMP നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പരാമർശം അത് ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് വിശദീകരണത്തിലാണെങ്കിലും അരുതാത്തതായിരുന്നു എന്നതിൽ സംശയമില്ല. അതാണ് കോൺഗ്രസിന്റെ നിലപാട്, UDFിന്റെ നിലപാട്. അതിൽ മാപ്പ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാപ്പ് പറഞ്ഞാൽ മതിയോ അല്ല അത് മതിയാകാതെയാണ് മുമ്പോട്ട് പോവുകയോ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട KK ശൈലജയാണ്. അത് അവരെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അവരും അവരുടെ പാർട്ടിയും അതിൽ തീരുമാനമെടുക്കട്ടെ. പറഞ്ഞ ആൾ തന്നെ, ഹരിഹരൻ തന്നെ, എന്റെ നിയമ നടപടികൾ നേരിടുകയും ചെയ്യട്ടെ. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ, ഈ വിഷയം ഉണ്ടാകുന്നു മണിക്കൂർ തികയുന്നതിന് മുമ്പ് UDFിന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിനെ തള്ളി പറയുന്നു. വാക്കുപയോഗിച്ചാൽ മാപ്പ് ഏറ്റു പറഞ്ഞ് എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് 3-4 വട്ടം ഫേസ്ബുക്കിലും നേരിട്ടും പറയുന്നു. ആ പാർട്ടിയുടെ സമുന്നതയായ നേതാവ്, ആ പാർട്ടിക്കുള്ള ഒരേ ഒരു MLA KK രമ വളരെ കൃത്യമായി അതിനെ തള്ളിപ്പറയുന്നു. സംഘടനാ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. നിയമ നടപടികൾ KK ശൈലജ സ്വീകരിച്ചാൽ അവർക്ക് പിന്തുണ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി ആര് പറയുന്നു? KK രമ പറയുന്നു. UDF നേതൃത്വം പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷെ ഇതിനു മുമ്പും ഇതുപോലെ ഇതിനേക്കാൾ ഹീനമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ലേ?
ഹരിഹരൻ ആരാം? ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആണോ? RMP എന്ന് പറയുന്ന ഒരു MLA മാത്രമുള്ള ഒരു പാർട്ടിയുടെ ഒരു സൈദ്ധാന്തിക മുഖം എന്നതിനപ്പുറത്തേക്ക് അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല. പക്ഷേ CPIM-നെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ KSCB മന്ത്രിയായിരുന്ന ആൾ. അല്ലല്ല, വസന്തശ്രീക്ക് ഒരു കാര്യം, ഞാൻ MN കാരശ്ശേരി മാഷുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കാരശ്ശേരി മാഷ്, അങ്ങ് ദയവായി ഒന്ന് തുടർന്നാൽ കൊള്ളാം. അങ്ങയിലേക്ക് ഞാൻ ഉടനെത്താം. ശ്രീ വസന്തശ്രീക്ക് എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിച്ചാലും, കാരണം ഒന്നിനെ മറ്റൊന്നിനോട്, ഒരു വിഷത്തെ മറ്റൊരു കാളകൂട വിഷത്തോട് ഉപമിച്ച് ഒന്നിട്ടും കാര്യമില്ല. കാരണം ഇതൊക്കെ ഇനിയും പറഞ്ഞ് അങ്ങ് പോകുന്ന ഒരു സമൂഹമായി നമ്മൾ അതപ്പതിച്ചു. അങ്ങേയറ്റം ഈ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന ഒരുവന്റെ വാക്കുകൾ, ആ വാക്കുകളിൽ നിന്നും ഈ വിഷം ചുരിഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കതായ നടപടികൾ വേണം. വീണ്ടും വീണ്ടും അത് വരുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് ഇങ്ങനെ കണ്ടു നിൽക്കാൻ, ജനങ്ങൾക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ലാതെ ഇത് മാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒരു സ്ത്രീകളെ അങ്ങ് രണ്ടാംകിട പൗരന്മാരാക്കി കാണുന്ന രീതി എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ രംഗത്ത്? അതായത് ഒരു പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങളെ അപലപിക്കാൻ വേണ്ടി വരുന്ന ഒരു വിഷത്തെ അപലപിക്കാൻ വേണ്ടി വരുന്ന ഒരു വേദിയിൽ കാളകൂട വിഷം അങ്ങ് ചൊരിയുക, ഇതെന്ത് നാട്ടു നടപ്പാണിത്? അല്ല, ശ്രീ പ്രജീഷ് കൈപ്പള്ളി, അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് മുന്നണികളുടെ ആറ്റിറ്റ്യൂഡ്, ഈ വിഷയത്തോടുള്ള ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. UDF ഇങ്ങനെ ഒരു പരാമർശം, UDF-ന്റെ പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത, RMP-യുടെ സംസ്ഥാന ഭാരവാഹി പോലും അല്ലാത്ത ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ തന്നെ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, CLP ലീഡർ അടക്കം, കോൺഗ്രസിന്റെ CLP ലീഡർ അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് തെറ്റേറ്റു പറയുന്നു. ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്, അങ്ങനെ ഒരാൾ ഞങ്ങളുടെ വേദിയിൽ നിന്ന് സംസാരിച്ചതിൽ ഞങ്ങൾക്കും ഖേദമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. നിയമപരമായി എന്ത് നടപടി KK ശൈലജ സ്വീകരിച്ചാലും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ആ പാർട്ടിയുടെ നേതാവ് സംഘടനാപരമായ പാർട്ടിക്കുള്ളിൽ നിന്ന് അയാൾക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതാണ് UDF-ന്റെ നിറം. ഞാൻ നേരത്തെ പറഞ്ഞത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, KSCB-യുടെ മന്ത്രിയായിരുന്ന ഒരാൾ, MM മണി, അങ്ങേക്ക് അറിയാമല്ലോ, ആസ്ഥാന വിധവ എന്ന് എത്ര തവണയാണ് KK രമയെ അപമാനിച്ചത്? ആരെങ്കിലും ഒരാൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന DYFI നേതാവ് അടക്കമുള്ളവർ DYFI-യിൽ നിന്ന് ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമെങ്കിലും ഏറ്റുനിന്ന് പറഞ്ഞോ ഇത് സ്ത്രീവിരുദ്ധ പരാമർശമാണ്? 51 വെട്ടുവെട്ടി നമ്മൾ ഇല്ലാതാക്കിയ നമ്മുടെ പഴയ SFI-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയാണവർ, അവരെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞോ ഒരു SFI-കാരെങ്കിലും? അതുപോലും പറയാത്ത, ചെയ്ത കുറ്റത്തെ എല്ലാ കാലത്തും ന്യായീകരിക്കുന്നവർ ഞങ്ങളെ ഇത്രമാത്രം വളരെ പക്വമായി ഈ വിഷയത്തിൽ ഇടപെട്ട, പക്വമായി വിഷയത്തെ ഹാൻഡിൽ ചെയ്ത കോൺഗ്രസിനെ വിമർശിക്കുന്നത് ISIS തീവ്രവാദ വിരുദ്ധ പ്രസംഗം നടത്തുന്നതിന് തുല്യമായിരിക്കും എന്നതിൽ സംശയം വേണ്ട. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ LG ലജീഷിലേക്ക് എത്താം. ലജീഷ്, അതിനു മുമ്പ് ശ്രീ കാരശ്ശേരി മാഷ്, ഈ കേരള രാഷ്ട്രീയത്തിലെ ഈ നിലവിലെ സ്ഥിതി, പ്രചരണ രീതി, ഇതൊക്കെ എങ്ങോട്ട് പോവുകയാണ്? കാരണം നമ്മൾ ഇതുവരെയും നാട്ടിൽ കേൾക്കാത്ത രീതിയിൽ സ്ത്രീകളെ ഒരു ഉപകരണം എന്ന രീതിയിൽ അങ്ങ് വലിച്ചിഴക്കിയാണ്, വസ്ത്രാക്ഷേപം ഒരു തരത്തിൽ പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അപലപിച്ചാൽ മാത്രം, അല്ലെങ്കിൽ രണ്ടുപേരും എഴുതി ഫേസ്ബുക്കിൽ ഒരു തിരുത്ത് കൊടുത്താൽ മാത്രം തിരുന്നതാണോ മാഷേ? ശ്രീ KS ഹരിഹരന്റെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് KK ശൈലജ എന്ന രാഷ്ട്രീയ നേതാവിനെയും മഞ്ജു വാര്യർ എന്ന ചലച്ചിത്ര താരത്തെയും എന്ന പോലെ സ്ത്രീത്വത്തെയും അവമാനിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും ആ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഭാഷ എല്ലാ തരത്തിലും വളരെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്ത്. അതിന്റെ പ്രകടനങ്ങൾ നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയുള്ള നവമാധ്യമങ്ങളിൽ കാണുന്നു. നമുക്ക് ആളുകളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനേ അറിയുള്ളൂ, ഒരു ചർച്ച ചെയ്യാൻ അറിയില്ല. അതിപ്പോ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവർ അതിന് മുക്തരല്ല. അപ്പോ നമ്മുടെ രാഷ്ട്രീയം എത്ര ജീർണിക്കുന്നു എന്നതിന്റെ അനേകം ഉദാഹരണങ്ങളുണ്ട്. അതിലേറ്റവും അവസാനത്തേതാണ് KS ഹരിഹരന്റെ പ്രസ്താവന. അതിനെ ആരും ന്യായീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരശ്ശേരി മാഷേ, അതായത് നമുക്ക് എത്രയോ മനോഹരമായ പദാവലികൾ മലയാള ഭാഷയിലുണ്ട്, മുനവച്ച വാക്കുകൾ.
പ്രതിരോധിക്കാനാണെങ്കിൽ അങ്ങേയറ്റം കുന്തമുന ഊന്നുന്ന തരത്തിലുള്ള എത്രയോ പദാവലികൾ അത് പ്രാസം ഒപ്പിച്ചൊക്കെ നമുക്ക് പറയാം. അതൊന്നും പ്രയോഗിക്കാതെ, കാരണം രണ്ട് കൂട്ടരെയും നമ്മൾ ന്യായീകരിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഈ വടകര എന്ന് പറയുന്ന ആ തിരഞ്ഞെടുപ്പ് ഗോതയിൽ വിഷം അങ്ങേയറ്റം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞ് അതിനൊക്കെ ഒരു നാടൻ ശൈലി എന്ന് ചിരിച്ചും കൈയടിച്ചും പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അപലപിച്ചു പോലും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലേ മാഷേ? എല്ലാ നേതാക്കന്മാരും എല്ലാ ചർച്ചയ്ക്ക് വരുന്ന വക്താക്കളും അവരുടെ പ്രതിനിധികളും അതുപോലെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പെരുമാറുന്ന അവരുടെ പോരാളികളും ഒക്കെ ആലോചിക്കേണ്ടതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബഹുജനങ്ങളുടെ പൊതുവായ കാര്യങ്ങളും നമ്മുടെ നീതിയുടെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ എവിടെയാണ് അനീതി നടക്കുന്നത്, എവിടെയാണ് അക്രമം നടക്കുന്നത്, എവിടെയാണ് അന്യായം നടക്കുന്നത്, അതിനെ ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി നേരിടുക, അതിനൊരു രീതിശാസ്ത്രം ഉണ്ടാക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവിനെ തെറി പറയുക, അല്ലെങ്കിൽ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ ശകാരിക്കുക, എന്തൊക്കെയാണ്. അതായത് ഈ രംഗം എത്ര മനോഹരമായി ഇത് കാണിക്കുന്നതാണ് ഈ തരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങളൊക്കെ. അപ്പോ അത് സ്വന്തം പാർട്ടിക്കാരൻ സ്വന്തം നേതാവ് ചെയ്താൽ അത് ശരിയായില്ല എന്ന് പറയാൻ ഇപ്പോ ആലോചിച്ചു. നമ്മുടെ PC ജോർജിന്റെ ഭാഷ, അല്ലെങ്കിൽ KB ഗണേഷ് കുമാറിന്റെ ഭാഷ, അല്ലെങ്കിൽ MM മണിയുടെ ഭാഷ, ഇതൊക്കെ എത്ര ഓരോ ഘട്ടത്തിലും ഞാനതൊക്കെ പറയുന്നത് KS ഹരിഹരൻ പറഞ്ഞ ഈ പ്രതിഷേധാർഹമായ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ ന്യായീകരിക്കാനല്ല. ഞാൻ 1% പോലും അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ തുടക്കത്തിലെ അതിനെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മുടെ ചാനൽ ചർച്ചകളുടെയൊക്കെ നിലവാരം എന്നാണ് ഞാൻ പറയുന്നത്. വളരെ നന്ദി മാഷെ പ്രതികരിച്ചതിന്. എന്തായാലും തികച്ചും അപലപിക്കേണ്ട വാചകങ്ങൾ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് LG ലിജീഷ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് കളത്തിൽ നിന്നും ഒരുപാട് കേൾക്കാൻ മലയാളികൾ ആഗ്രഹിക്കാത്ത പദാവലികൾ, അതിലേറ്റവും നിഴലിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ മുഴച്ചു നിൽക്കുന്നത് അങ്ങ് വടകരയിൽ നിന്ന് തന്നെയാണ്. ഈ വടകരയിൽ ഇത്തരത്തിൽ അപലപിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രയോഗങ്ങളെയും ശൈലിയിലേക്ക് അപലപിക്കാൻ വിളിച്ച ഒരു യോഗത്തിൽ നിന്നും വന്ന മറുവാക്കുകളും കേരളത്തിൻ്റെ നെഞ്ചത്തേക്ക് തറയ്ക്കുന്ന അത്യന്തഹീനമായ സ്ത്രീ വിരുദ്ധ വചനങ്ങളാണ്. എങ്ങനെയാണ് യുവജന പ്രസ്ഥാനമായ DYFI ഇതിനെ കാണാൻ പോകുന്നത്? ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഇത് കേരള സമൂഹമാകെ ശക്തമായി അപലപിക്കേണ്ട ഒരു വിഷയമാണ്. DYFI ഇന്നിപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ഇതിനകത്ത് കാണേണ്ട മറ്റൊരു രസകരമായ വസ്തുതയും കൂടിയുണ്ട്. ഇപ്പൊ ഇന്നലെ അവര് UDFന്റെ നേതൃത്വത്തിൽ വടകരയിൽ നടത്തിയ പരിപാടിയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ശൈല ടീച്ചർക്ക് നേരെ നടന്ന ലൈംഗികാധിക്ഷേപങ്ങളും അതുപോലെ തന്നെ വർഗീയമായ കാര്യങ്ങളും എല്ലാം CPM ഉണ്ടാക്കിയ തിരക്കഥയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇന്നലെ അവിടെ പരിപാടി നടത്തിയത് UDF. അതിനകത്ത് പ്രസംഗിച്ചതാണ് ഈ ഹരിഹരൻ, UDFന്റെ നേതാവ്. അപ്പോ ആളുകൾക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളതും വടകരയിൽ വിശിഷ്യായ ആളുകൾക്ക് ബോധ്യമുള്ളതാണ്. UDF തന്നെയാണ് ഇത്തരത്തിലുള്ള കൃത്യമായ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നുള്ളതും വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നും ശൈല ടീച്ചർക്കെതിരെ വ്യക്തി അധിക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും നടത്തി എന്ന് ഇനി ആർക്കെങ്കിലും ബോധ്യപ്പെടാനുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രസംഗത്തോട് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഇത് ഞങ്ങൾ ഇന്നോ ഇന്നലെയോ ഒന്നും പറയുന്നതല്ല. ഈ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളോടായാലും വടകരയിലെ ജനങ്ങളോടായാലും കേരളത്തിലെ ജനങ്ങളോടായാലും ശൈലജ ടീച്ചർ വടകരയിൽ സ്ഥാനാർത്ഥിയായ അന്നു മുതൽ UDFന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഏറ്റെടുത്തിട്ടുള്ള ക്യാമ്പയിൻ ഈ തരത്തിലുള്ളതാണ് എന്ന് നിരവധി തവണ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ശൈലജ ടീച്ചർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട വിഷയമായി നമുക്ക് കാണാൻ കഴിയും. കേന്ദ്രങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് തുടക്കത്തിൽ രാവിലെ മുതൽ. കാരണം ഈ സംഭവം വന്നയുടൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവായ RMP നേതാവ് KK രമ അത്യന്തം അപലപിച്ചുകൊണ്ട് തള്ളിപ്പറയുകയും മുതിർന്ന നേതാവിനെതിരെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കാം എന്ന തക്ക രീതിയിൽ ഒരു ഫോറം ഞങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പ് പറയുകയും ചെയ്തു. പിന്നീട് ചോദിക്കുന്ന അവിടുത്തെ നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലോട് ചോദിക്കുമ്പോഴും ഒരു തരത്തിലും ഇവനെ അംഗീകരിക്കാൻ കഴിയാൻ തള്ളി പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ ഇതൊക്കെ അടക്കം പറയുന്നുണ്ട്. പക്ഷേ സമാനമായിട്ടുള്ള സംഭവങ്ങൾ അത് വിജയരാഘവൻ നേരത്തെ നടത്തിയിട്ടുണ്ട്, മറ്റ് നേതാക്കൾ നടത്തിയിട്ടുണ്ട്, MM മണി
നിയമസഭയുടെ ഫ്ലോറിൽ കെ രമയ്ക്കെതിരെ നടത്തിയ അവഹേളനങ്ങൾ, അപ്പോഴൊക്കെ പാർട്ടി നേതാക്കന്മാരോട് പ്രതികരണം ചോദിക്കുമ്പോൾ അതൊരു നാടൻ ശൈലി അല്ലെങ്കിൽ അത് പരിധി വിട്ടിട്ടില്ല എന്ന മറുപടി മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഒരു വസ്തുത രൂപപ്പെടുന്നില്ലേ? ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ സ്വീകരിക്കുന്ന, അതായത് പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കൂടി ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. നിങ്ങൾ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. തള്ളിപ്പറഞ്ഞത് എപ്പോഴാ? ഇന്ന് രാവിലെയും ഉച്ചയ്ക്കായിട്ടാണ് തള്ളിപ്പറയുന്നത്. ആ വേദിയിൽ വെച്ച് തള്ളിപ്പറയണ്ടേ? എന്താ വേദിയിൽ നടന്നത്? ഈ ഹരിഹരൻ UDF-ന്റെ നേതാവ് പ്രസംഗിച്ചതിനെ ചിരിച്ചുകൊണ്ടും കൈയടിച്ചുകൊണ്ടും വേദിയിൽ നിന്നും സദസ്സിൽ നിന്നും പ്രതികരണം വന്നില്ലേ? ഏറ്റവും അവസാനം ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലത്തെ പരിപാടിയിൽ സംസാരിച്ചത് ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലായിരുന്നു. അവർക്ക് എന്തുകൊണ്ട് തോന്നിയില്ല ഇത് തെറ്റായ ഒരു കാര്യമാണ് ഇവിടെ ഹരിഹരൻ പ്രസംഗിച്ചതെന്നുള്ളത്? നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇന്നലെ ഹരിഹരൻ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സമൂഹത്തിനകത്ത് അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ വിഷയം മാത്രമല്ല, CAA ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു, CPM എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞു, നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞു. ഇത് UDF-ന്റെ നിലപാടല്ല. ശൈലജ ടീച്ചറെ ഇതുപോലെ അധിക്ഷേപിക്കുന്നത്, മഞ്ജു വാര്യർ അധിക്ഷേപിക്കുന്നത് ഞങ്ങളുടെ നിലപാടല്ല എന്നും നട്ടലോടെ ഇന്നലെ ആ വേദിക്കകത്ത് നിങ്ങൾ പ്രഖ്യാപിച്ചോ? ഇതിവിടെ മാധ്യമങ്ങളൊക്കെ വിഷയമായി ഞങ്ങൾക്ക് പരിക്കും സമൂഹത്തിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോ മെല്ലെ കൈയെടുക്കാൻ വേണ്ടി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് നാടകം കളിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അങ്ങനെ ആളുകൾ തന്നെ വിശ്വസിച്ചു പോകുന്നതാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അങ്ങനെയുള്ള പരാമർശമാണോ ഈ ഹരിഹരൻ നടത്തിയിട്ടുള്ളത്? ഹരിഹരൻ ഇവിടെ ലേഖനം എഴുതാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ലേഖനം നിങ്ങൾ എഴുതാൻ പോകുന്നത്? സ്ത്രീവിരുദ്ധമായ, അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധമായ പരാമർശം. ശൈലജ ടീച്ചർ മാത്രമല്ല നിങ്ങൾ ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടികളിൽ ഒരാളായ മഞ്ജു വാര്യരെ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? ഇതൊരു നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കൈകഴുകയാണ്, ഞങ്ങളെല്ലാം തള്ളിപ്പറയുന്നു പറഞ്ഞാൽ ഇത് തീരുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് വടകരക്കകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിലേക്ക് വരണം നിങ്ങൾ. മുമ്പ് ഇതുപോലുള്ള വ്യക്തി അധിക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും ഉണ്ടായ സമയത്ത് തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമായിരുന്നോ വടകരയിൽ? ഞാൻ പറയട്ടെ, മുമ്പ് എന്തൊക്കെ വിഷയങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം വിഷം വമിക്കുന്ന അങ്ങേയറ്റത്തെ നിഷ്ഠൂരമായ വചനങ്ങൾ പറയുമ്പോൾ അവിടെ നിന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അതേ വേദിക്കകത്തും ഈ നമ്മൾ ഇരിക്കുന്ന ആ ഫ്ലോറിന് ഉള്ളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ചിരിച്ചുകൊണ്ടല്ലെങ്കിൽ അതിന് തീയിട്ട് കൊടുത്ത് അല്ലെങ്കിൽ അതിന് വളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വേദിയിലിരിക്കുന്ന ആളുകൾ സ്ത്രീകൾക്കെതിരെ പറയുമ്പോൾ സ്ത്രീകൾ പോലും കൈയടിക്കുന്ന പരാമർശങ്ങൾ അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ഞാൻ മടങ്ങിയെത്ത ശ്രീ വസന്ത് തെങ്ങിമ്പള്ളി, ഇന്നിപ്പോൾ ഫ്ലോറിൽ നിന്നും മാതൃഭൂമി ന്യൂസിന്റെ ഫ്ലോറിൽ നിന്നും ഞങ്ങളുടെ ആങ്കർ ഹരിഹരനോട് ചോദിക്കുകയാണ്, ഒരു ഖേദപ്രകടനം കൊണ്ട് തീരാവുന്നതാണോ കാര്യങ്ങൾ? അപ്പോൾ പറയാ, അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് എഴുതാൻ പോവാണ്, ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല മറുപടി പറയേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹം അത് കാര്യം ഉൾക്കൊള്ളിട്ടില്ല. നമ്മളൊക്കെ സ്വകാര്യ ഇടങ്ങളിൽ പോലും ഈ പൊതുവേദിയിൽ വന്ന് ഇതാണ് പറയുന്നതെങ്കിൽ സ്വകാര്യമായ ചർച്ചകൾ എത്ര ഹീനമായിട്ടായിരിക്കും ഈ സ്ത്രീകളെ അവഹേളിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വസന്ത്? അതുകൊണ്ട് ഇത് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിൽ തുടർ നടപടി, നിയമപരമായ നടപടി ഉണ്ടാവുക തന്നെ വേണം. അതിന് DYFI മുതിർന്നിട്ടുണ്ട്. അതിനൊപ്പം അതിന് തള്ളിപ്പറയാതെ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാതെ ആ നിയമ നടപടിയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ശ്രീ പ്രജീഷ്, വളരെ കൃത്യമാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസോ UDF ശ്രീ KK ശൈലജയ്ക്ക് നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ വളരെ സൗജന്യമായി ഇത് ചെയ്തു കൊടുക്കാൻ ഈ വിഷയത്തിൽ തയ്യാറാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ, കാര്യം അവർക്ക് DYFIയിലും ഒക്കെ ഒരുപാട് അഭിഭാഷകരുണ്ട്. ഇനി അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോ 2-3 കാര്യത്തിന് ഉത്തരം പറയണം. ഒന്ന്, ഇടത് പ്രതിനിധി പറഞ്ഞു, എന്താ പറഞ്ഞത്? അദ്ദേഹം നിയമ നടപടികൾക്ക് DYFI പോയി. DYFI മുമ്പ് KB ഗണേഷ് കുമാറിനെതിരെ ഒരു നിയമ നടപടിയുമായി പോയി. എവിടെ എത്തി ആ നിയമ നടപടി? അദ്ദേഹം VS അച്യുതാനന്ദനെതിരെ വളരെ ഹീനമായ രീതിയിൽ, വളരെ വൃത്തികെട്ട രീതിയിൽ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിച്ച സമയത്ത് അന്ന് DYFI പരാതി കൊടുത്തിരുന്നു. ഇന്ന് നിങ്ങളുടെ മന്ത്രിയായി KB ഗണേഷ് കുമാർ നിങ്ങളുടെ മന്ത്രിസഭയിലുള്ളപ്പോ ആ പരാതി എവിടെ എത്തിയത് DYFIക്കാരൊന്ന് അന്വേഷിച്ചാൽ വളരെ നന്നായിരിക്കും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, 24 മണിക്കൂറായി എന്തിന് പ്രതികരണം വരാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളുടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുൻ KSEB മന്ത്രിപണി രാജിവെച്ചതല്ലോ, അദ്ദേഹത്തിന്റെ ടേമും പൂർത്തിയായി, അദ്ദേഹം നിയമസഭയിലും ഇല്ലല്ലോ. എത്ര വർഷമായി? 4-3 വർഷമായി MM മണിയുടെ വിദ്വേഷ പ്രസംഗം, MM മണിയുടെ കൊന്നിട്ടും പക തീരാത്ത രീതിയിൽ വീണ്ടും വീണ്ടും വ്യക്തി അധിക്ഷേപം നടത്തിയുള്ള കൊല നടത്തിട്ട് അതും നിയമസഭാ രേഖകളിലാണെന്ന് ഓർക്കണം. ഇതുവരെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറായോ? പിന്നീട് ലിജിയും പറയുന്നത് ഇത് മതിയോ, പിന്നെ എന്താ ചെയ്യേണ്ടത്?
നിങ്ങളെ പോലെ ഇത് നാടൻ പ്രയോഗമാണ്. അത് വടകരയിലൂടെ മാത്രം വരുന്ന ഒരു കാറ്റിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചുകളാ, പുറത്തുകളാ എന്നൊരു ക്യാപ്സ്യൂൾ ഞങ്ങൾ ഇറക്കണോ? CPM-നെ പോലെ, AKG സെന്ററിലെ പോലെ ഞങ്ങൾ പുതിയ ക്യാപ്സ്യൂൾ ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതിൽ കോൺഗ്രസിന് UDF-ന് എടുക്കാൻ പറ്റുന്ന, രാഷ്ട്രീയമായി എടുക്കാൻ പറ്റുന്ന ഏറ്റവും പക്വമായ തീരുമാനം അതിനെ തള്ളിപ്പറയുക എന്നാണ് ഒന്നായി. രണ്ടാമതായി അതിൽ എന്താ പറയുന്നത്, അഗ്രിയുടെ പാർട്ടി ആർക്കാണോ നഷ്ടം സംഭവിച്ചത് അവരോടൊപ്പം നിയമപരമായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും നിലകൊള്ളുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഞങ്ങൾ ചെയ്തല്ലോ. ഇത് രണ്ടും ഞങ്ങൾ ചെയ്തു. ഈ വടകരയിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അല്ലല്ലോ. വർഗീയ വിഷം എന്നവിടുത്തെ സ്ഥാനാർത്ഥിയെ ഇതേ വേദിയിൽ, ഇപ്പോ ഏത് വേദിയിലാണ് നടന്നത്, അതേ വേദി ഉണ്ടായിരുന്ന സ്ഥലത്ത് മൈക്ക് കെട്ടി വന്ന് പ്രസംഗിച്ചത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യ ഘടകം പറയുന്നത് ആ ഘടകത്തിന്റെ ദേശീയ ഭാരവാഹിയല്ലേ റഹീമല്ലേ സംസാരിച്ചത്? കാഫിർ എന്ന് വിളിച്ചത് ആരാ? പിന്നീട് അദ്ദേഹം പറയുന്നു എന്താണ്, KK ശൈലജ അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തിവിട്ടു. ആരാണെന്ന് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞതും പിന്നീട് അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞത് ആരാ? കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഹാൻഡിലിൽ നിന്ന്, കോൺഗ്രസുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ ഹാൻഡിലിൽ KK ശൈലജയ്ക്കെതിരെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വസന്തശ്രീക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. വസന്തശ്രീക്ക് അങ്ങനെ നമുക്ക് ഈ മുൻകാല അനുഭവങ്ങൾ വീണ്ടും ഉദാഹരിച്ച് പോകുമ്പോൾ ഒരു തണൽ കൂടി അതിൽ ഒരുക്കുകയാണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും. കാരണം KK രമയെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്ന ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ അവർ നടത്തിയ പോരാട്ടങ്ങൾ, നിയമ പോരാട്ടങ്ങൾ, ഈ കേരളത്തിൽ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ, ഇതിലൊക്കെ തന്നെ മുൻപന്തിയിൽ കറകളഞ്ഞ ഒരു നേതാവാണ്. പക്ഷേ ആ പാളയത്തുനിന്ന് പോലും, ആ പാളയത്തിനുള്ളിൽ പോലും ഇത്തരം ചിന്താഗതിക്കാർ, സ്ത്രീകളോടുള്ള മനോഭാവമുള്ളവർ, നോക്കൂ ആ നടിക്ക് എന്തുമാത്രം മനോവേദന ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ വ്യക്തി അങ്ങ് എഴുന്നള്ളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ, കൈയടിച്ച് കൂടെ ഇരിക്കുന്ന ആളുകൾ പറയുമ്പോൾ ആ വേദനിക്കുന്ന മറ്റൊരു സ്ത്രീ മുഖങ്ങൾ കൂടിയുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല. ഒരു കാര്യമുണ്ട് വസന്ത്, ലിജീഷ് ചോദിച്ചതുപോലെ ആ ഫ്ലോറിൽ അവിടെ തീർക്കാമായിരുന്നു. ആ മൈക്ക് ചാടി ആർജവമുണ്ടായിരുന്നെങ്കിൽ ആ മൈക്ക് ഓഫ് ചെയ്ത് താങ്കൾ പുറത്തേക്ക് പോകണം, മതി നിർത്തി പ്രസംഗം എന്ന് പറയാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ നെഞ്ചുറപ്പോ ഒരു നേതാക്കൾ പോലും കാട്ടിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഗീർവാണം പറഞ്ഞിട്ട് എന്താണ് അർത്ഥം? അല്ലല്ല, അതുപോലെ ഞാൻ പറയട്ടെ, നിയമസഭയിൽ പ്രസംഗിക്കുമ്പോ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുകയാണല്ലോ, കക്ഷി നേതാവ് മുഖ്യമന്ത്രിയാണല്ലോ. അപ്പൊ മതി MM മണി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അവർ മണിയോളം നിങ്ങൾ അത്രയോ നിലവാരമേ നിങ്ങളുടെ നേതാക്കൾക്കുള്ളോ? അങ്ങനെയെങ്കിൽ ഈ മണിയുടെ നിലവാരം അല്ലെങ്കിൽ അത് എത്രയേ ഉള്ളോ നിങ്ങൾക്കും? അല്ലെന്നേ ആ നിലവാരം ഞാൻ ഉദാഹരിക്കരുത്, ഒന്നിനോട് താരതമ്യം ചെയ്യണ്ട, അത് ശരിയല്ല. നമുക്ക് പ്രസന്റ് സിറ്റുവേഷൻ പറഞ്ഞു പോകാം. അരുതാത്ത കാര്യങ്ങളായിരുന്നു അന്ന് എന്ന് നന്നായി നമ്മൾ അപലപിച്ചതാണ്. ഇപ്പോഴത്തെ കോണ്ടസ്റ്റിൽ നിന്ന് സംസാരിക്കാം. ശ്രീ പ്രജീഷ്, അതിലൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടന്നാൽ മാത്രമേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. രണ്ട് പാർട്ടികളും രണ്ട് മുന്നണികളും ഇതേ സമാന വിഷയത്തിൽ എടുത്ത നിലപാടിനെ പറ്റി കമ്പയർ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്തത്. ഇനി ഞങ്ങളുടെ നിലപാട് കേട്ടോ. ഈ ഹരിഹരൻ എന്ന് പറയുന്ന ആൾ RMPയുടെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ആളല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത ശേഷം, ഒരു ഇടവേള എടുത്ത ശേഷം ശ്രീ ലിജീഷിലേക്കും ഒക്കെ നമുക്ക് മടങ്ങിയെത്താം. ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് തിരികെ. ശ്രീ LG ലിജീഷ്, ഒരു സ്ത്രീ അത് പൊതുപ്രവർത്തന രംഗത്തേക്ക് അവർ വരികയാണെങ്കിൽ, അവർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരുമ്പോഴും അത് ഏത് പാർട്ടിയായാലും, UDF-ൽ നിന്നാണെങ്കിൽ സ്ത്രീയെങ്കിൽ അത് പല പേരിൽ സൈബർ ഹാൻഡിലുകളിലൂടെ, അത് പോരാളി ഷാജിയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ടൊക്കെ നേരിട്ടും DYFI-യുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പല യൂണിറ്റുകളിൽ നിന്നുള്ള പ്രൊഫൈലുകളിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ഈ സംഭവത്തിന് ശേഷം പോലും ഹരിഹരനെ ആക്ഷേപിക്കുമ്പോഴും ഉണ്ടാകുന്ന വചനങ്ങൾ. അപ്പോൾ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൈവിട്ടു പോയാൽ, അതുപോലും ഒരു യുവജന നേതാവായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിനൊക്കെ ഒരു തടയിടേണ്ട കാലം, ഇതൊക്കെ പൊതുവേദിയിൽ ചർച്ചയാക്കേണ്ട, അതിലൊക്കെ ഒരു ബോധവൽക്കരണം പോലും നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് DYFI-യുടെ കൃത്യമായ നിലപാട്? സ്വന്തം പാളയത്തിലെ കൂടി ഇത്തരം മലീമസമായ അംശങ്ങളുണ്ടെങ്കിൽ അതിനെ കൂടി പ്രതിരോധിക്കത്തക്ക രീതിയിൽ DYFI എടുക്കാൻ പറ്റുന്ന ഒരു കർമ്മശേഷി എന്താണ് ഈ വിഷയങ്ങളിൽ? DYFI-യുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവിന്റെ ഭാഗത്തുനിന്നും തെറ്റായ തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല, അങ്ങനെ വരാനുള്ള സാധ്യതയുമില്ല. ഇതിനകത്ത് നിങ്ങൾ കാണേണ്ട ഒരു വിഷയം എന്താ അറിയോ? പിന്നെ ശ്രീ പ്രജീഷ്, ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായ ഒരു വിഷയത്തെ മാത്രമല്ല നിങ്ങൾ കാണേണ്ടത്. ഈ വിഷയം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇവർ ആരംഭിച്ചതാണ്. ഇവരിപ്പോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞങ്ങൾ തള്ളി പറഞ്ഞു എന്നൊക്കെ. ഈ വിഷയം മാത്രമാണോ? നിങ്ങളുടെ മുമ്പിൽ എത്ര വിഷയങ്ങൾ പറഞ്ഞു, ചർച്ചയ്ക്കെടുത്തു ഞങ്ങൾ?
നിങ്ങൾ നോക്ക്, ഒരു അന്തരീക്ഷത്തിൽ ഒരു ദിവസം പൊട്ടി വരികയാണ് ശൈലജ ടീച്ചറുടെ വീഡിയോ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്, ശൈലജ ടീച്ചറുടെ ലൈംഗികപരമായ വീഡിയോ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വ്യാപകമായ പ്രചരണം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നുള്ള പ്രചരണം നടക്കുകയാണ്. അതിനുശേഷമാണ് കേരളം ആരാധിക്കുന്ന ശൈലജ ടീച്ചർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, നിറകണ്ണുകളോട് പറഞ്ഞു, വലിയ രൂപത്തിലുള്ള ലൈംഗിക അധിക്ഷേപം നടക്കുന്നു, വ്യക്തി അധിക്ഷേപം നടക്കുന്നു. നിങ്ങൾ എവിടെയാ തള്ളി പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഗ്രാനി സെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ യൂത്ത് നേതാവും അതുപോലുള്ള ആളുകളല്ലേ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ ഏറ്റെടുത്തത്? അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ഫൈസൽ ഫൈസു എന്ന് പറയുന്ന ആള് പോസ്റ്റ് ഇട്ടതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളത്? നിങ്ങൾ തള്ളി പറഞ്ഞോ? അയാൾക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തോ? ഇത് മാത്രമല്ല, അതിനുശേഷം ഈ ശൈലജ ടീച്ചർ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഇവിടെ മത്സരിച്ച് എതിർ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അപ്പൊ ഷാഫി പറമ്പിന്റെ മറുപടി എന്താ അറിയോ? നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ലല്ലോ. പിന്നെയുള്ള ചർച്ച എന്താ? വീഡിയോ ഇല്ലാത്ത കാര്യം പറയുന്നു എന്നാണ്. ഞങ്ങൾ പറഞ്ഞെന്താ? ശൈലജ ടീച്ചർ പറഞ്ഞെന്താ? മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കുന്നു, അതുപോലെ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നു. ശൈലജ ടീച്ചറുടെ വീഡിയോ കണ്ടോ, നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള പ്രചരണം വരുന്നു എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അത് ഷാഫി പറമ്പിലായാലും UDF വരെ തള്ളി പറഞ്ഞോ? നിങ്ങൾ എന്താ പറഞ്ഞത്? വീഡിയോ ഇല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വീഡിയോ ഉണ്ട് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കമന്റുകളിലൂടെ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന, അതാണ് വിഷയം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായ അന്ന് മുതൽ UDF-ഉം അതുപോലെ കോൺഗ്രസും മുസ്ലിം ലീഗും RMP ആയാലും ആരൊക്കെ ആവട്ടെ അവരെല്ലാം ഇത്തരത്തിലുള്ള മുന്നവെച്ചിട്ടുള്ള തെറ്റായ പ്രചരണ രീതി വടകരക്കകത്ത് നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞങ്ങൾ വർഗീയപരമായി ക്യാമ്പയിൻ നടത്തിയെന്നില്ല. ആരാ വർഗീയപരമായ ക്യാമ്പയിൻ നടത്തിയെന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യണോ? നിരവധി തവണ ഈ ഫ്ലോറിൽ വന്നും വ്യത്യസ്തമായ ചാനലുകൾക്കകത്തും ഞങ്ങൾ ചർച്ച ചെയ്താണ്. പ്രചരിപ്പിച്ചത് UDF ആണ്. നിങ്ങൾ ശൈലജ ടീച്ചർ വർഗീയവാദിയാണ് എന്ന് അരുൺകുമാർ നടത്തിയ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ നടത്തിയ ഒരു അഭിമുഖം കട്ട് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിച്ചില്ലേ? അതുപോലെ തന്നെ പ്രവാചക നിന്ദ നടത്തി എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? അതുപോലെ തന്നെ മാതൃഭൂമിയുടെ ചാനലിന്റെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഈ പറയുന്ന കാന്തപുരത്തിന്റെയും മതപണ്ഡിതരായ കാന്തപുരത്തിന്റെയും അതുപോലുള്ള സംവിധാനങ്ങൾ തെറ്റായി നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? ഇത് മാത്രമാണോ? പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വായിക്കാൻ തക്ക രീതിയിൽ ഒരുപാട് മലീമസമായ വാക്കുകൾ, അത് സ്ത്രീവിരുദ്ധതയുടെയും അല്ലാതെയൊക്കെ അങ്ങ് അടിമുടി നമ്മുടെ തൊലി ഉരിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഈ വടകര തെരഞ്ഞെടുപ്പിൽ കണ്ടു. വസന്തശ്രീക്ക് അവസാനമായി ഒറ്റ കാര്യം ഒരു കുറഞ്ഞ സമയത്തിൽ മറുപടി. RMP നേതാവിനെതിരെ നടപടി ആവശ്യപ്പെടുമോ KK രമയുടെ പാർട്ടിയോട്, RMPയോട്, ഈ ഹരിഹരനെതിരെ? തീർച്ചയായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് തീർത്തും അപലപനീയമാണ്. അത് ആര് പറഞ്ഞാലും ഒരിക്കലും അതിൻ്റെ അത് യാതൊരുവിധ ന്യായീകരണങ്ങളുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി ഒരു കമ്പാരിസൺ നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ അതിന്റെ പോലും ആവശ്യമില്ല. അദ്ദേഹത്തിനെതിരായ നിയമ നടപടികൾ ഉണ്ടാവും, സംഘടനാ നടപടി ഉണ്ടാവും, രാഷ്ട്രീയ നടപടി ഉണ്ടാവും. ഒരു സംശയം വേണ്ട. രാഷ്ട്രീയവും സംഘടനാപരവുമായും UDF നടപടിയെടുക്കും. നിയമപരമായ നടപടി DYFI എടുക്കുന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇനി എടുക്കുന്നില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അതിന് മുന്നിട്ടിറങ്ങും. സംശയം ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെ നിലപാടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പേര് DYFI എന്നല്ല, ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ്. ശരി, വളരെ നന്ദി LG ലജീഷ്. ഒപ്പം തന്നെ വസന്തശ്രീക്ക് അങ്ങനെ തീർത്തും മലീമസമായിട്ടുള്ള വചനങ്ങൾ, വാക്കുകൾ ഒക്കെ തന്നെ സ്ത്രീ ഹൃദയങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നിന്നും വരികയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് KS ഹരിഹരൻ എന്ന RMP നേതാവ് നടത്തിയത്.